시간이 지날수록 선명해지는 순간이 있다. 이 순간을 위해 수많은 만남과 헤어짐이 존재했고, 어느 골목, 어느 교차로를 지나도 결국 여기에 다다랐을 거라고 믿게 되는 그런 순간. സർ, ഈ കേട്ടതിന് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്താണ് ഈ റൂമേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? സർ, 2 ആഴ്ചയായി ഇതുവരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇനിയും ഇങ്ങനെ തുടരാനാണ് നിങ്ങളുടെ തീരുമാനം? സർ, ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഇതിൽ വല്ല സത്യമുണ്ടായിട്ടാണോ? സർ, എന്തെങ്കിലും പറയണം. സാർ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. Enough is enough. Yes, we are dating. അതെ, നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്. ഞങ്ങൾ വർഷങ്ങളായി ഡേറ്റിങ്ങിലാണ്. ഞങ്ങൾ ഡിസ്ബാൻഡ് ചെയ്യുമ്പോൾ പറയാൻ വേണ്ടി വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓരോ മെമ്പേഴ്സിൻ്റെ സ്വപ്നങ്ങൾ അവർ നേടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചത്. സോ ഈ റിലേഷൻഷിപ്പ് പബ്ലിക്കാക്കുക അല്ലാതെ വേറൊരു വഴിയില്ല. ഐ ഹോപ്പ് അവർ ആർമീസ് വിൽ അക്സെപ്റ്റ്. ഞങ്ങളുടെ ആർമീസ് ഞങ്ങളെ അംഗീകരിക്കും, സപ്പോർട്ട് ചെയ്യും. എനിക്ക് ജിമിനി ഹ്യൂങ്ങിനെ ഇഷ്ടമാണ്. ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ഹ്യൂങ്ങിനെ വിട്ടു പോയില്ല. 안녕하세요. It's Namjoon, member of BTS. ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളുടെ ആർമീസ് എല്ലാ സിറ്റുവേഷനിലും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു, സ്നേഹിച്ചിരുന്നു, ഞങ്ങളെ കെയർ ചെയ്തിരുന്നു. ആൻഡ് ഐ ഹോപ്പ് ഈ കാര്യത്തിൽ അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങൾ കൂടെ നിൽക്കുകയും ചെയ്യും. That's it.
താങ്ക് യു. അപ്പോൾ പോ. ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. ജൂൺ പറഞ്ഞതുപോലെ എന്ത് തന്നെ ആയാലും ആർമി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്മൾ പിന്നെ എന്താ ചെയ്യുക? നീ എന്താ ഉദ്ദേശിക്കുന്നേ? നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ജങ്കുക്കും ക്ലിയർ ആയി പറഞ്ഞല്ലോ. പക്ഷേ എല്ലാം നമ്മുടെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കാണുന്നില്ലേ? കുറച്ച് ആർമി സപ്പോർട്ടാണ്, ബട്ട് കൂടുതലും ഹെയ്റ്റാ. സപ്പോർട്ടും തീരില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഇത്രയധികം ഹെയ്റ്റ് നമ്മുടെ ആർമീസിൻ്റെ അടുത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. മറ്റുള്ളവരുടെ കാര്യം പൂട്ടിയെന്ന് വയ്ക്കാം, എന്നാൽ ആർമി അത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തത്. വേറെ ആര് കൂടെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ആർമി കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. സാരില്ല, എല്ലാം ശരിയാവും. എല്ലാം പെട്ടെന്നല്ലേ ഉണ്ടായേ. കുറച്ച് സമയം കൊടുക്കാം അവർക്ക് നമ്മളെ മനസ്സിലാവും. ശരിയാ, അവർക്ക് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. എന്തൊക്കെയായാലും അവർ നമ്മുടെ ആർമീസ് അല്ലേ, അവർക്ക് നമ്മളെ മനസ്സിലാവും. അവർക്കേ നമ്മളെ മനസ്സിലാവും. ജിമിൻ, എന്തൊന്നും മിണ്ടാത്തേ? കഴിഞ്ഞ 2 ദിവസമായിട്ട് നീ ഇങ്ങനെ തന്നെയാണല്ലോ. എന്ത് പറ്റി ജിമിന? ഇങ്ങനെ ഇരിക്കല്ലേ, എന്തേലൊക്കെ പറ. ജിമിന, നീ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. നീ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ കൂടെയുള്ളൂ. Let's break up, Jungkook. Huh? ജിമിന, നീ ഇതെന്തൊക്കെ പറയുന്നേ? നിനക്കത് ഭ്രാന്തായോ? കളിക്കില്ലേ, എനിക്കറിയാം. തമാശ പറഞ്ഞല്ലേ. ഞാൻ തമാശ പറയണതല്ല, ഐ ആം സീരിയസ്. നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല, അതാണ് സത്യം. അത് നീ മനസ്സിലാക്ക്. നമുക്കിതിവിടെ നിർത്താം.
ജങ്കുക്ക, എന്ത് പറ്റിയ അവനക്ക്? എന്തിനാ അവൻ എന്നോട് ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ? നീ അങ്ങനൊന്നും വിചാരിക്കണ്ട. ചിലപ്പോ എല്ലാം കൂടി ഒരുമിച്ച് കേട്ടപ്പോ അതുകൊണ്ടായിരിക്കും. നീ ചെന്ന് അവനോടും സംസാരിക്കേ. ശരിയാ, നീ ചെല്ല്. നീ അവൻ്റെ അടുത്ത് ചെന്ന് സമാധാനമായി സംസാരിക്കേ. എന്ത് പറ്റിയും നമ്മൾ ആദ്യമേ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തതല്ലേ? എന്റെ കൂടെ ഉണ്ടാവുന്ന വാക്ക് എന്നല്ലേ? പ്ലീസ് ഇങ്ങനെ ചെയ്യല്ലേ. നമുക്കെല്ലാം ഒരുമിച്ച് ശരിയാക്കാം. പ്ലീസ് എന്നോടൊന്ന് സംസാരിക്കേ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പ്ലീസ് ജിമിന, നമുക്ക് ഒരുമിച്ച് ശരിയാക്കാം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയാലോ. അതുപോലെ നിനക്കും പറ്റില്ല എന്ന് എനിക്കും അറിയാം. ഒന്ന് സംസാരിക്കും ജിമിന. എന്തുകൊണ്ടാ നീ നമ്മളെ മാത്രം പറ്റി ചിന്തിക്കുന്നേ? നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ മെമ്പേഴ്സ്, നമ്മുടെ കമ്പനി, our സ്റ്റാഫ്, നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരെയും. We can't be selfish. We just can't be together. We just can't. We can't. Please ഒന്ന് മനസ്സിലാക്ക്. Please. ഫൈൻ. നിനക്കെല്ലാം ഇവിടെ വെച്ച് നിർത്തണല്ലേ? നമ്മുടെ പ്രണയം ഇവിടെ വെച്ച് നിർത്തണല്ലേ? നമ്മുടെ ഒരുമിച്ചുള്ള നല്ല നല്ല നിമിഷങ്ങൾ മറക്കണല്ലേ? എല്ലാം മറക്കണല്ലേ? ഓക്കെ, ഫൈൻ. എല്ലാം നിർത്താം. ഇതുകൊണ്ട് നീ ഹാപ്പി ആണെങ്കിൽ ഇവിടെ വെച്ച് എല്ലാം നിർത്താം. ലെറ്റ്സ് എൻഡ് ഹിയർ. മറ്റു മെമ്പേഴ്സ് ഇവരുടെ സംസാരമെല്ലാം കേട്ടിരുന്നു. ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. യൂങ്യും ജോണും ജേക്കബിന്റെ അടുത്തേക്കും മറ്റു മെമ്പേഴ്സ് ജിമിന്റെ റൂമിലേക്കും പോയി. ജങ്കുക്ക, നിർത്ത്. എന്തിനാ അവനിങ്ങനൊക്കെ എന്നോട് പറഞ്ഞേ? എന്തിനാ അവനെന്നോട് പറയാ എല്ലാം നിർത്താന്ന്? സെൽഫിഷ് ആവരുതെന്ന്. I love him. I love him so much. എനിക്ക് അവനെ പറ്റില്ല. നിങ്ങളൊക്കെ കണ്ടതല്ലേ ഞങ്ങൾ എത്ര ഹാപ്പിയാർന്നെന്ന്. അവന് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഫ്യൂച്ചർ കുറിച്ച് ഞങ്ങൾ എത്ര സ്വപ്നം കണ്ടതാ. എന്റെ കൂടെ ഉണ്ടാവുന്ന വാക്ക് തന്നതാ. ഇതൊക്കെ എത്ര പെട്ടെന്ന് അവൻ മറന്ന്.
ഞങ്ങൾ പ്രോമിസ് ചെയ്തതാ, എന്ത് വന്നാലും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. എനിക്കറിയാം എന്തൊക്കെ വന്നാലും അവൻ്റെ കൂടെ ഞാനുണ്ടാവുമെന്ന്. പിന്നെ എന്തിനായും അവനെന്നോട് I can't you. I just can't. It's my world. എനിക്ക് അവനില്ലാതെ പറ്റില്ല. പ്ലീസ് പ്ലീസ് അവനോടൊന്ന് പറ എൻ്റെ അടുത്തോട്ട് വരാൻ. എനിക്ക് അവനെ വേണം, അവനെ മാത്രം മതി എനിക്ക്. മറ്റുള്ളവരെന്ത് പറയുന്നു ഐ ഡോണ്ട് കെയർ. നമ്മുടെ മെമ്പേഴ്സ്, അവർ ഫാമിലി, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും നമ്മുടെ കൊണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ഹിസ് സപ്പോർട്ട്. ഐ ആം ഗ്രോൺ അപ്പ് മാൻ and I knew what I want in my life. I want Jim in my life. അവൻ എൻ്റെ അടുത്തേക്ക് വരില്ലേ? ചങ്കുക്ക, നീ കരയല്ലേ? നാളെ തന്നെ നിന്റെ അടുത്തേക്ക് ജിമ്മി വരും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ ഇല്ലാതെ അവനക്ക് ജീവിക്കാൻ പറ്റില്ല. പെട്ടെന്ന് എല്ലാം കൂടി കേട്ടപ്പോൾ സ്ട്രെസ്സായപ്പോൾ പറഞ്ഞു പോയതായിരിക്കും. നീ സമാധാനപ്പെട്. ജൂൺ പറഞ്ഞ ശരിയാ, നീ റിലാക്സ് ആവും. എവറിത്തിങ് വിൽ ബി ഫൈൻ. ജസ്റ്റ് കാം ഡൗൺ. கையிலே ஆகாசம் கொண்டு வந்த ஓம் பாசம், காலமே போனாலும் வாழ்ந்திடு ராசா. கண்ணிலே நீராட காஞ்சனலோ போராட, பூத்ததே 1000 பூ சிரிச்சிடு ராசா. தூந்திருந்த கேணிலோ பால் சுரக்க கூடுமையா, தூதுவள காம்பிலுமே தேன் வழியாதோ. உச்சி வெயில் வேளையில உந்து வரும் தூறலொண்டு, தொண்டையில வந்து விழவும் நனையாதோ. கையிலே ஆகாசம் கொண்டு வந்த ஓம் பாசம், காலமே போனாலும் வாழ்ந்திடு ராசா. கண்ணிலே நீராட காஞ்சனலோ போராட, பூத்ததே 1000 பூ சிரிச்சிடு ராசா. No. JK ഓടി ഹാളിലെത്തി. ഇവന്റെ ശബ്ദം കേട്ട് ആർമും യുങ്കിയും എഴുന്നേറ്റു. എന്ത് പറ്റി ചങ്കുക്ക? നീ എന്തിനാ കഥക്കുന്നത്? നീ കാര്യം പറ, എന്ത് പറ്റി? അത് ജിമിൻ ജിമിൻ ജിമിൻ. അതും പറഞ്ഞ് ജങ്കുക്ക് നേരെ പോയത് ജിമ്മിന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ്. പിന്നാലെ ആർമും യുങ്കിയും ഉണ്ടായിരുന്നു. ഞാൻ സ്വപ്നം കണ്ടതുപോലെ
റൂമിന് പോയോ? ജിമിനെവിടെ? നിങ്ങളോട് ചോദിക്കുന്നേ, അവൻ എവിടെ? അവൻ പോയി. കുഞ്ഞ് നീ ഇങ്ങനെ കരയല്ലേ, സമാധാനപ്പെടുക. അവനെന്നാ റൂമിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. എനിക്കെങ്ങനെ സമാധാനം കിട്ടാനാ? എന്റെ കുഞ്ഞ് ഇന്നലെ മുതൽ അവനെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എനിക്ക് അവനൊന്ന് കണ്ടാ മതി. എനിക്ക് അവനെ ഓർത്ത് ടെൻഷനായിട്ട് വയ്യ. നിങ്ങൾ ചെന്നവനൊന്ന് വിളിക്കേ, എനിക്കൊന്ന് അവനെ കാണണം. ആ, അവനെ വിളിക്കാം. പക്ഷെ അതിന് മുന്നേ സിയോളിൽ എന്തുണ്ടായെന്ന് അറിയണം. പ്രസ് കോൺഫറൻസ് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവർക്കിടയിൽ എന്തുണ്ടായെന്ന് അറിയണം. നിന്നെ നമ്മളോട് സംസാരിക്കാൻ തോന്നുന്നില്ല. നമുക്ക് ജാങ്കുക്കിനെ വിളിച്ചു നോക്കിയല്ലോ. അപ്പാ, ജങ്കുക്കിനെ ഇപ്പൊ വിളിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനും ഹിമിന്റെ അതേ സിറ്റുവേഷനിലായിരിക്കും. നമുക്ക് വേറെ ഏതൊരു മെമ്പേഴ്സിനെ വിളിച്ച് ചോദിക്കായിരിക്കും നല്ലത്. എന്നാ സമയം കളയാതൊന്ന് വേഗം വിളിക്കേ. എനിക്കറിയണം എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്. എൻ്റെ കുഞ്ഞെ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് വയ്യ. മുറി പതിവിലും തണുപ്പായിരുന്നു. അവന്റെ മനസ്സുപോലെ അവന്റെ മുറി മിരട്ട് പകർന്നിരുന്നു. പിന്നീട് അവന്റെ ശ്രദ്ധ അവനും അവന്റെ ചെങ്കുക്കിയുടെയും ഒരുമിച്ചുള്ള ഫ്രെയിമിലേക്കായി. അവരെത്ര സന്തോഷമായിട്ടല്ലേ ഇരുന്നേർന്നേ. കരഞ്ഞു കരഞ്ഞ് അവന്റെ കണ്ണുനീര് പറ്റിപ്പോയി. ചുറ്റിരും വേദന മാത്രം. മനസ്സ്, ശരീരം, ആത്മാവ് എല്ലാം ചുട്ടുകൊള്ളുന്ന പോലെ. അവൾക്ക് തന്നെ അറിയില്ല അവൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്ന അവനറിയാമായിരുന്നു. അവനും ഈ നിമിഷത്തിന് വേണ്ടി തയ്യാറെടുപ്പിലായിരുന്നു. അവൻക്കറിയാം അവന്റെ ജങ്കുക്കിനോട് തെറ്റാണ് ചെയ്തതെന്ന്. പക്ഷെ ചിലപ്പോഴൊക്കെ സാഹചര്യങ്ങൾ വില്ലനായി ചെയ്യും, അല്ല വില്ലനായി ചെയ്യിപ്പിക്കും. അതാണ് ജെമിനിയും ഇവിടെ ചെയ്തത്. അവൻ അവന്റെ ചുറ്റിനുമുള്ളവർ ആലോചിച്ചു. അവൻ ഈ നിമിഷം വരെ സെൽഫിഷായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അല്ല, ഈ മനുഷ്യൻ അങ്ങനെയാണല്ലോ. എല്ലാവരും സന്തോഷത്തിന് ആദ്യം മുൻകടന്ന, അത് കഴിഞ്ഞ് അവൻ്റെ. ആക്ച്വലി ദാറ്റ്സ് മെയ്ഡ് ഹിം സ്പെഷ്യൽ. അവൻക്കറിയാം അവൻ്റെ ചങ്കുക്കില്ലാതെ അവൻക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇപ്പം ഈ സിറ്റുവേഷനിൽ ഇതാണ് നല്ലത്. ദിസ് ഈസ് റൈറ്റ്. ഇപ്പോൾ അവൻ്റെ കുക്കിയുടെ ചൂട് അനുഭവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവനറിയാം അതിന് സംഭവിക്കില്ല. He just want to go back to their happy times. 사랑해 주민아. 오케이, 나도 사랑해요. 오케이. Summer after high school when we first met, we'd make out in the Mustang. 지민 씨. And all night together, we got matching tattoos. 지민아. 이게 아니어도 괜찮아. 어디가? 너는 세상에. To the roof, talk about our future like we had a clue. Never planned that one day I'd be losing you in another life. I would be your girl. We keep our promises. Sorry, Jungkook. I'm really sorry. I know I'm breaking your heart. Jungkook, sorry.
സോറി ഫോർ എവറിത്തിങ്. എനിക്ക് I just can't be selfish. പക്ഷേ ഇതേ സമയം എനിക്ക് നിന്നെ വേണം. I want to hold you, hug you, kiss you. നിന്റെ പ്രസൻസ് എനിക്ക് വേണം. എനിക്കറിയില്ല ഇല്ലാതെ ഞാനിങ്ങനെ ജീവിക്കുമെന്ന്. പക്ഷെ എനിക്ക് പറ്റില്ല ചങ്കുക്ക. I just can't. I love you so much. But we can't be together. നീ ഇല്ലാതെ ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. Because you are my life. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഐഡലാവാതിരുന്നെങ്കിൽ, മറ്റുള്ളവരെ പോലെ നോർമൽ ആൾക്കാരായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കായിരുന്നു. ഞങ്ങൾക്ക് വേറെ ആരെ കുറിച്ച് ആലോചിക്കണ്ടായിരുന്നു. ഞങ്ങൾക്ക് സന്തോഷമായി ജീവിച്ചാലും ഞങ്ങളുടെ മെമ്പേഴ്സ് കുറേ കഷ്ടപ്പെട്ട ഒരു ഐഡലായത്. ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട നീ നിലയിലെത്തിയത്. അതുകൊണ്ട് എനിക്ക് സെൽഫിഷ് ആവാൻ പറ്റില്ല. ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ എത്തിയത് അതൊന്നും കണ്ടില്ല കാണിക്കാൻ പറ്റില്ല. എനിക്കറിയാം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ഞങ്ങൾ പിരിയുന്നവർ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ പ്രശ്നം ഞാനാണ്. ഞാൻ നിന്നെ ആദ്യം സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇതൊന്നും നടക്കില്ലായിരുന്നു. I'm sorry. I don't want to leave you, but it's better for everyone. എന്നോട് ക്ഷമിക്ക് ചങ്കുക്ക, എന്നോട് ക്ഷമിക്ക്. I'm sorry ചങ്കുക്ക. അപ്പാ ഹ്യൂങ് എവിടെ? അവൻ റൂമിലുണ്ട് മോനെ. എന്തിനാ ജിമിന നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നമുക്ക് രണ്ടാൾക്കും അറിയാം എനിക്ക് ഞാനില്ലാതെ പറ്റില്ല. നമ്മൾ ഒന്നാക്കിയത് നിനക്ക് തോന്നുന്നുണ്ടോ? I will come without you. I want you because you are my life. അവനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. പേടിക്കണ്ട, ഹി വിൽ ബി ഓക്കെ. നീ വാ, മെമ്പേഴ്സിന് എന്നോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. നീ എന്താ തീരുമാനിച്ചത് ചങ്കുക്ക? ഹ്യൂമൻ പറഞ്ഞു വരുന്നേ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവനെ വിട്ടു പോവില്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ജിമിനൊന്ന് എഴുന്നേറ്റോട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇനി എന്താ ചെയ്യണ്ടേന്ന്. ഇതും പറഞ്ഞ് ജെക്ക് പുറത്തോട്ട് പോയി. അപ്പാ മോനെ, എനിക്കറിയില്ല അപ്പ, ഞാനെന്താ ചെയ്യാ? ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തോ? I want him അപ്പ, I want my ചങ്കു. പക്ഷേ ജിമിന, ഒരു പക്ഷേയില്ല. എനിക്ക് നിന്നെ അറിയാം. നിന്റെ ഭാഗത്തും ചിന്തിച്ച നീ ചെയ്തത് തന്നെ ശരി. പക്ഷേ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ നീ അവനെ കുറിച്ച് ആലോചിക്കും മോനെ. നിന്റെ പ്രണയത്തെ കുറിച്ച് ആലോചിക്ക്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതല്ലേ?
നീ നിന്റെ പ്രണയം വിട്ടുകളയല്ലേ. ഇതാണ് അവസരം. നിങ്ങളുടെ പ്രണയം എത്ര സ്ട്രോങ് ആണെന്ന് ഈ ലോകത്തിന് കാണിക്കുക. നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ നീ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? നീ നിന്റെ മനസ്സ് പറയുന്ന കേൾക്ക് മോനെ. എന്തായാലും നിന്റെ ചങ്ങൂക്കിന് ചേർത്ത് വെക്കാനേ പറയൂ. ഒപ്പം ആർമീസിനെ എല്ലാ സാഹചര്യത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാ ട്രൂ ആർമീസ്. നിങ്ങൾ അവർക്കായി എല്ലാം ചെയ്തു. അവർ നിങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ട് നിങ്ങൾ അവരെ കുറിച്ച് ടെൻഷൻ ആവണ്ട. ട്രൂ ആർമീസ് ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. എന്തൊക്കെ വന്നാലും അവരെന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒപ്പം മെമ്പേഴ്സും അവരുടെ സപ്പോർട്ട് മാത്രം മതി നിങ്ങൾക്ക്. ഹേറ്റേഴ്സ്, മേഘം കമന്റ് ഇടുന്നവരൊന്നും നിങ്ങളുടെ ഫാൻസേ അല്ല. അവർക്ക് ഇത് വെറും ടൈം പാസ്സാണ്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി നിന്റെ പ്രണയത്തെ വിട്ടുകൊടുക്കരുത്. എനിക്ക് എന്താ മോനെ വിശ്വാസം. എനിക്കറിയാം നീ കൃത്യ ഒരു തീരുമാനം എടുക്കും. നീ എന്റെ മനസ്സ് പറയണത് കേൾക്ക്. തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ അപ്പ. പിന്നെ ജങ്കൂക്കും ബാക്കി മെമ്പേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. നീ നേരത്തെ എടുക്കുന്നുണ്ടപ്പോൾ അവനെ നിന്നെ ബെഡിലേക്ക് കയറ്റി കിടത്തിയത് അവനുണ്ടായിരുന്നു ഇവിടെ. അവൻ ഓക്കെയല്ല മോനെ. നീ അവന്റെ മനസ്സിനെ വിഷമിപ്പിക്കല്ലേ. നിനക്ക് വേണ്ടി ഏതറ്റം വരെ പോവാനും അവൻ തയ്യാറാ. അവൻ പോവുകയും ചെയ്യും. നീ അവനോടൊന്ന് സംസാരിക്കേ. ഓക്കെ? അത് കേട്ടതും അവനൊന്ന് ഷോക്കായി. ഇനി അവൻ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അവൻക്കറിയില്ലായിരുന്നു. മോനെ ചെല്ലേ, ചെന്ന് സംസാരിക്കേ. അവൻ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് പോവാൻ തീരുമാനിച്ചു. എന്തിനാ എന്നെ വിട്ടു പോയത്? നിനക്കറിയോ, നിന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം നീ എടുത്ത തീരുമാനം നിനക്ക് വേദനിക്കുന്നുണ്ടെന്ന്. ഇത് നിന്റെ തീരുമാനല്ലേ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നേ? എന്തിനാ നീ കരയുന്നേ? യു ഷുഡ് ബി കാം നൗ, റൈറ്റ്? പിന്നെ നിനക്ക് ബോധം വിട്ട് കരഞ്ഞു കിടക്കുന്നു കണ്ടേ? എന്തിനായും എന്തിനാ? ഈ ചോദ്യത്തിനൊന്നും എനിക്കൊരു ഉത്തരം നിനക്ക് തരാൻ പറ്റില്ല. ബിക്കോസ് യു ലവ് മീ, യു കാൻറ്റ് ലിവ് വിത്തൗട്ട് മീ. നമുക്കറിയാം വി വോണ്ട് ബി കംപ്ലീറ്റ് വിത്തൗട്ട് ഈച്ച് അതർ. നമ്മൾ ആദ്യം ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തതല്ലേ ഇങ്ങനെ നടക്കൂന്ന്? നമുക്കറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ? ഓ, മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചത് മാത്രം പറയില്ലേ? ഒരു പ്രാവശ്യം സ്വന്തം ഹാപ്പിനെസ് ഒന്ന് നോക്ക് പ്ലീസ്. പ്ലീസ് ലെറ്റ്സ് ഫൈറ്റ് ടുഗദർ. എന്തൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഒരുമിച്ച് നേരിടാം. ഞാനില്ല കൂടെ. എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ജമിന. പ്ലീസ്, ഐ ലവ് യു. പ്ലീസ്. സോറി ചങ്കുക്ക. ഇപ്രാവശ്യത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കേ. സോറി. I love you. I love you so much. I love you too, Changkuka. I love you more. I just wanted this, Jimna. I got my answer. ഇനി എന്തൊക്കെ വന്നാലും ഒന്ന് ജീവിക്കല്ലേ? Yes. I won't leave you. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് പോയില്ല. നീ എന്തൊക്കെ വന്നാൽ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. I want a life with you.
Let's go together. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ശരിയാ, ഞങ്ങൾ ഉണ്ടാവും കൂടെ. പിന്നെ ഒരുവിധം പ്രശ്നം ക്ലിയർ ആയി. അത് ശരിയാ, ഇപ്പൊ കുറെ ട്വീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റാ. ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ വന്നാലും നമ്മുടെ ആർമീസ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിനോട് സപ്പോർട്ടീവ് ചെയ്യാത്തതുണ്ടെങ്കിൽ നമ്മുടെ ആർമീസ് തന്നെ അതൊന്നും കൂടി പറഞ്ഞ് ചിന്തിപ്പിക്കും അവരെ കൊണ്ട്. അവർ ആർമീസ് ആർ ദ ബെസ്റ്റ്. യെസ് ദേ ആർ. ആ പിന്നെ നീ ഒരിക്കലും നിന്റെ ഈ സ്റ്റുപ്പിഡ് ബ്രെയിൻ കൊണ്ട് ഇനി ഓവർ തിങ്ക് ചെയ്യല്ലേ പാബോ. ഓയ് ഐ എം നോട്ട് സ്റ്റുപ്പിഡ്, ഓക്കെ? അയ്യോ, നീ അല്ല എൻ്റെ പാബോ സോൾമേറ്റ്, ഞാൻ നിന്റെ ബ്രെയിനെ പറഞ്ഞ. നിന്നെ ഞാനിന്ന് യു ഇഡിയറ്റ്. ഈ രണ്ട് സോൾമീസും നിർത്തുന്നുണ്ടോ? സ്റ്റേ ബൈ മൈ സൈഡ്. ഇതിലൂടെ ഞങ്ങളൊരു കുഞ്ഞു മെസ്സേജാണ് തരാൻ ആഗ്രഹിച്ചത്. ഇതിലെ തീം എന്നത് ഒരു ഐഡൽ ആയിരിക്കെ അവരുടെ ലവ് റിലേഷൻ പബ്ലിക് ആയാൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ആണ്. ഇത് ഞങ്ങൾ ജിഗു വെച്ച് ചെയ്യാനുള്ള റീസൺ ഞങ്ങൾ 3 പേരും ജിഗു ബിലീവേഴ്സ് ആയതുകൊണ്ടാണ്. എന്ന് വെച്ച് ജിഗു മാത്രമേ റിയൽ ആവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ജിഗു മാത്രമേ റിയൽ ആവൂ എന്നൊന്നുമല്ല. മേ ബി BTS മറ്റേതെങ്കിലും ഷിപ്പ് അയക്കാം. ഇനി അതുമല്ലേ BTS പുറത്തുള്ള വല്ലവരും ആയിട്ടായിരിക്കാം. അത് 7 മെമ്പേഴ്സിന് ചിലപ്പോൾ പുറത്ത് വേറെ ആരെങ്കിലും ആയിട്ട് റിലേഷനൊക്കെ ഉണ്ടായേക്കാം. ഫ്യൂച്ചറിൽ അവരത് റിവീൽ ചെയ്യുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുഞ്ഞ് ഹേറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. അത് അവരത്രത്തോളം ബാധിക്കും. നമുക്ക് തന്നെ ഒരു ലവ് റിലേഷൻ ഉണ്ടാകുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും വരുമ്പോൾ, അല്ലെ ആരെങ്കിലും നമുക്ക് സപ്പോർട്ട് അല്ലാതെ സംസാരിക്കുമ്പോൾ, ഹെയ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ അത് നമ്മൾ എത്രത്തോളം ബാധിക്കും, നമുക്ക് എന്തോരം ടെൻഷൻ വരും, നമ്മൾ എത്രത്തോളം സങ്കടപ്പെടും. അതൊക്കെ പോലെയാണ് അവർക്കും. അവർ ഹ്യൂമൻസ് ആണ്, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, അവർക്ക് ഇമോഷൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവർക്ക് അവരുടെ ലവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്ട് വരുമ്പോൾ അവരെത്രത്തോളം അത് ബാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് BTSന്റെ പുറത്തുള്ളതായേക്കാം, ചിലപ്പോൾ ഉള്ളിലുള്ളതായേക്കാം. നമ്മൾ ഇന്നേ ഷിപ്പിൽ ബിലീവ് ചെയ്യുന്നു, അല്ലെ നമ്മൾ ഇന്നേ ഷിപ്പ് ഇഷ്ടപ്പെടുന്നു, ഇന്നേ പേർ കാണാൻ അടിപൊളിയാണ്, ദാറ്റ്സ് വൈ അത് റിയൽ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവരത് അങ്ങനെയല്ലെങ്കിൽ നമ്മളത് മാറി ചിന്തിക്കുക തന്നെ വേണം. നമുക്ക് ചിലപ്പോൾ വിഷമമൊക്കെ വരും. എന്നിരുന്നാൽ കൂടെ അവരുടെ ഹാപ്പിനെസ് ആണ്, അവരുടെ ലവ് ലൈഫാണ്, അവരുടെ ലൈഫാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുഞ്ഞു ഹേറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. പല ഐഡൽസും അവരുടെ റിലേഷൻ പബ്ലിക് ആക്കുമ്പോൾ അവരുടെ ഫാൻസിന്റെ ഇടയിൽ നിന്ന് വരുന്ന ഹേറ്റിംഗ് കാരണം പലരും പിരിഞ്ഞിട്ടുണ്ട്, ചിലര് സൂസൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ അവരത്രത്തോളം എഫക്ട് ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മുടെ ഐഡൽസിന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ നല്ലതിന് അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇങ്ങനൊരു കുഞ്ഞു മെസ്സേജ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഇതൊരിക്കലും ഒരു ഷിപ്പ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജിഗു മാത്രമേ റിയൽ ആവൂ എന്നൊന്നല്ല. ഞങ്ങളിത് ജിഗു വെച്ച് ചെയ്തന്നേ ഉള്ളൂ. മേ ബി ജിഗു റിയൽ ആകാം, അല്ലായിരിക്കും.